നമസ്കാരം. റിപ്പബ്ലിക് ദിനം മലയാളിയുടേതാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനമായിരുന്നു, പത്മ പുരസ്കാര പ്രഖ്യാപനമായിരുന്നു ഇപ്പോൾ നടന്നത്. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ പുരസ്കാരം, നിയമരംഗത്തെ അതികായൻ ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷൺ പുരസ്കാരം, P നാരായണന് പത്മവിഭൂഷൺ പുരസ്കാരം. അങ്ങനെ പത്മ പുരസ്കാരങ്ങൾ കൊണ്ട് മലയാളത്തെ മൂടിയിരിക്കുകയാണ് ഇത്തവണ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട 2 പത്മഭൂഷൺ പുരസ്കാരങ്ങൾ. വെള്ളാപ്പള്ളി നടേശനും മമ്മൂട്ടിക്കും പത്മഭൂഷൺ പുരസ്കാരം. എടുത്തു പറയേണ്ട, അതായത് കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലങ്ങളിൽ ഇത്രയേറെ കഴിവ് തെളിയിച്ച പ്രതിഭകൾ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട ഒരു വർഷം തന്നെയാണ് ഇത് എന്ന് പറയാം. VS അച്യുതാനന്ദൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയമായ മുഖങ്ങളിലൊന്ന്. സമീപകാലത്തിൻ്റെ CPM-ൻ്റെ ചരിത്രത്തിൽ CPM-ൻ്റെ ചെയ്തികളെ, CPM-ൻ്റെ പോരായ്മകളെ തുറന്നുകാട്ടി പാർട്ടിക്കുള്ളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് ആ പാർട്ടിയെ നേർവഴി നടത്തിക്കുവാൻ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഒരിക്കലും മലയാളി മറക്കാനിടയില്ല. അത്തരമൊരു പോരാട്ടത്തിലൂടെയാണ് VS അച്യുതാനന്ദൻ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും ജനകീയമായ മുഖമായി മാറിയത്. VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ പുരസ്കാരം എന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു പുരസ്കാരം തന്നെയാണ് VS അച്യുതാനന്ദന് ലഭിച്ച പത്മവിഭൂഷൺ പുരസ്കാരം. ഒപ്പം KT തോമസ് ജുഡീഷ്യറിയുടെ രംഗത്ത് ഏറ്റവും നിർണായകമായ തീരുമാനം, അതായത് രാജീവ് ഗാന്ധി വധത്തെ തുടർന്നുണ്ടായ രാജീവ് ഗാന്ധി വധത്തിലെ പ്രതികൾക്ക് തൂക്കുകയർ വിധിച്ച ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത ജസ്റ്റിസ് KT തോമസ്. അതോടൊപ്പം തന്നെ P നാരായണൻ. മലയാളത്തെ സംബന്ധിച്ചും ഏറ്റവും മഹത്തരവും ഏറ്റവും സന്തോഷകരവുമായ മറ്റ് പത്മഭൂഷൺ പുരസ്കാരങ്ങളാണ് വെള്ളാപ്പള്ളി നടേശനും മമ്മൂട്ടിക്കും ലഭിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇത്രയേറെ നിറസാന്നിധ്യമായിരുന്നു. കഴിഞ്ഞ കുറേയധികം നാളുകളായി കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇത്രയേറെ തൻ്റെ വ്യക്തിത്വം മലയാളികൾക്ക് മുന്നിലേക്ക്, മലയാളത്തിലേക്ക് പ്രവഹിച്ച അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ശ്രീനാരായണീയർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, അവരുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നടത്തിയ ചലനങ്ങൾ, ഈ അടുത്ത സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ കാതോർത്തു നിൽക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, കേരളത്തിലെ മുന്നണി സംവിധാനം, അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതോർത്ത് നിൽക്കുന്ന ഒരു കേരള സമൂഹത്തിന് ഈ അടുത്ത സമയത്ത് പോലും കണ്ടത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ളൊരു അഭിപ്രായം ആർക്കെങ്കിലും എതിരെ ഉന്നയിച്ചാൽ അതിൻ്റെ കൃത്യതയുണ്ടാകും. അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ചൂടറിയാത്ത ഒരു രാഷ്ട്രീയ മുന്നണി പോലും കേരളത്തിലില്ല. ഈ അടുത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അദ്ദേഹം നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ചിലതൊക്കെ കുറിക്കുകൊള്ളുന്നത് തന്നെയായിരുന്നു. ചിലപ്പോൾ മലയാളികൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ആവശ്യമാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ചിരുന്ന ചില അഭിപ്രായങ്ങൾ പോലും ഉണ്ടായിരുന്നു. ചില രീതിയിലുള്ള മാധ്യമ പ്രവർത്തകരുടെ പ്രകടനങ്ങൾ കണ്ട് അദ്ദേഹം ചില വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. അതൊക്കെ മലയാളത്തെ സംബന്ധിച്ച് മലയാളം കാതോർത്തിരുന്ന, അല്ലെങ്കിൽ മലയാളം നോക്കിക്കണ്ടിരുന്ന, അല്ലെങ്കിൽ ഏറെ സന്തോഷത്തോടു കൂടിയും ചില ഇടങ്ങളിൽ നിന്ന് എതിർപ്പോടു കൂടിയാണെങ്കിലും നോക്കിക്കണ്ടിരുന്ന ചില തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ മലയാളത്തെ സംബന്ധിച്ച് ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം ഒക്കെ മലയാളി കണ്ടറിഞ്ഞതാണ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ, കേരള സാമൂഹിക സാംസ്കാരിക മേഖലയിലെ തികവാർന്ന വ്യക്തിത്വം വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുമ്പോൾ അത് മലയാളത്തിന് ലഭിച്ച അംഗീകാരം തന്നെയാണ്. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ലഭിക്കുമ്പോൾ അത് മലയാളി ഏറെ കയ്യടിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു അവാർഡ് തന്നെയാണ് പത്മഭൂഷൺ പുരസ്കാരം. അതായത് കഴിഞ്ഞ
4 പതിറ്റാണ്ടോളം മലയാളികളെ ത്രസിപ്പിക്കുന്ന മലയാളത്തിൻ്റെ പൗരുഷത്തിൻ്റെ മുഖം, മലയാളി പുരുഷൻ്റെ മുഖമാണ് മമ്മൂട്ടിക്ക്. അതായത് അദ്ദേഹം അഭിനയിച്ച് തകർത്ത അഭ്രപാളികളിൽ അദ്ദേഹം തീർത്ത വിസ്മയം, മലയാളി ഏറെ അമ്പരപ്പോടുകൂടി കണ്ടു തീർത്ത നിരവധി മുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത് നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ വടക്കൻ വീരഗാഥയും വിധേയനും തുടങ്ങി എണ്ണമറ്റ കഥാപാത്രങ്ങൾ, അംബേദ്കറിലൂടെ അദ്ദേഹം ജീവിച്ച ജീവിതം, അങ്ങനെ മലയാളിയുടെ മനസ്സിലേക്ക് ഗൃഹനാഥൻ്റെ ഒരു ചിത്രം വരുമ്പോൾ അത് ആദ്യം ഓടിയെത്തുക മമ്മൂട്ടിയുടെ ചിത്രമായിരിക്കും, മമ്മൂട്ടിയുടെ മുഖമായിരിക്കും ആ ഗൃഹനാഥന്. അദ്ദേഹം വളരെ സൈലൻ്റായും വളരെ പ്രക്ഷോഭകാരിയുടെ വേഷത്തിലും മലയാളി പ്രേക്ഷകന്റെ മുന്നിൽ നിറഞ്ഞാടിയപ്പോൾ പ്രേക്ഷകൻ ഇരു കൈകളും നീട്ടി അദ്ദേഹത്തിൻ്റെ ഓരോ വേഷങ്ങളും സ്വീകരിച്ചു. അദ്ദേഹം പ്രണയം പറയും പോലെ, അദ്ദേഹം ഡാൻസ് കളിക്കും പോലെ, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്നത് പോലെയാണ് മലയാളിയുടെ മധ്യവർഗ പുരുഷൻ ചിന്തിക്കുന്നതെന്ന് പോലുമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. അത്തരത്തിൽ മലയാളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഒരുപക്ഷെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളിക്ക് മറക്കാൻ പറ്റാത്ത മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം. അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു പത്മ പുരസ്കാരത്തിൻ്റെ പ്രഖ്യാപനം തന്നെയായിരുന്നു ഈ വർഷം നടന്നത്. 9 മലയാളികൾക്കാണ് ഇത്തവണ പത്മ പുരസ്കാരം ലഭിച്ചത്. ഏറെ സന്തോഷകരമായാണ് മലയാളി ഇത് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും മമ്മൂട്ടിക്കും KT തോമസിനും ഒക്കെ ലഭിച്ച പത്മ പുരസ്കാരങ്ങൾ മലയാളി ഹൃദയം തുറന്ന ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു. ഇത് ഏറെ നിർണായകമായ, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഏറെ നിർണായകമായ ചലനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പുരസ്കാരം കൂടിയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത്, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് വലിയ ചലനങ്ങളായിരിക്കും ഈ പത്മ പുരസ്കാരത്തിൻ്റെ നിർണയത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത് എന്ന് എടുത്തു പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അത്രയേറെ കൃത്യമായിരുന്നു, അത്രയേറെ അളന്നു കുറിച്ചുള്ള തീരുമാനം തന്നെയായിരുന്നു ഈ വർഷത്തെ പത്മ പുരസ്കാരം. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനും മമ്മൂട്ടിക്കും VS അച്യുതാനന്ദനും ഒക്കെ ലഭിക്കുമ്പോൾ മലയാളി ഹൃദയം തുറന്ന, കണ്ണീർ വാർത്തുകൊണ്ടല്ലാതെ, സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടല്ലാതെ ഈ പത്മ പുരസ്കാരത്തിൻ്റെ നിർണയത്തെ, ഈ പ്രഖ്യാപനത്തെ സ്വീകരിക്കില്ല. അത്രയേറെ അഭിമാനകരമാണ് ഈ വർഷത്തെ പത്മ പ്രഖ്യാപനം മലയാളിയെ സംബന്ധിച്ചിടത്തോളം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.